എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി ഇന്ന് വിപുലമായ രൂപത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതിൽ എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയത് സംസാരം സാറിൻ്റെയാണ്. സാറിൻ്റെ പേര് മെഹബൂബ് സാറിൻ്റെയാണ്. കാരണം പുള്ളി അത് വ്യക്തമായി മനസ്സിലാക്കി തരികയും ഈ കാലികമായ ഈ വിഷയത്തെ പറ്റി പ്രതിപാദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് ഈ വിഷയത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും പറഞ്ഞു തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അങ്ങേയറ്റം മനസ്സാൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഫൈസൽ സാറിൻ്റെ കാര്യം പിന്നെ പറയാനില്ല. അദ്ദേഹം ഓരോന്നും ഓരോ ഉദാഹരണ സഹിതം ഏതൊരു വിഷയമാണെങ്കിലും അതിലേക്കൊരു ഉദാഹരണം എടുത്ത് ഇടുകയാണെങ്കിൽ ആ ഉദാഹരണം നമ്മുടെ ബ്രെയിനിൽ തറച്ചു കയറും. മറ്റുള്ള വിഷയങ്ങളെ നമ്മൾ മാറ്റി നിർത്തി ആ ഉദാഹരണ സഹിതം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വിവരിച്ച് തരികയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. ആ രൂപത്തിൽ ഈ ബ്രൈറ്റ് അക്കാദമിയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ആളെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിയായ സന്തോഷവാനാണ് ഞാൻ. അയാളെ ഇരുത്തി പുകഴ്ത്തിക്കാണെന്നുള്ളത് വിചാരിക്കരുത്. കാരണം ഞാൻ ഇന്ന് സൗകര്യം കൂടിയിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ പല പ്രശ്നങ്ങളും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ മനസ്സ് തോന്നിയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ബ്രൈറ്റ് അക്കാദമിയിലേക്ക് കയറി വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങളൊക്കെ ഗൗരവമായി എടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ പ്രസ്ഥാനം സർവശക്തൻ എല്ലാ അനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ പക്ഷേ ഇവിടെ വന്നതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ വന്നതിൽ ഏറ്റവും നല്ലൊരു ക്ലാസ്സായി ഇന്നത്തെ ക്ലാസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിന് അനുസരിച്ച് ക്ലാസ്സുകളാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് തോന്നുന്നുണ്ട്, ഞാനൊഴിച്ച്. പിന്നെ നമ്മൾ കൂടുതൽ പറയാൻ നമുക്ക് അറിയില്ല. എങ്കിലും ഇപ്പോൾ സാറ് ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് പറയാൻ പാടുണ്ടായിരുന്നില്ല. അത് കുഞ്ഞും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ലാസ്റ്റുള്ള പ്രസംഗത്തിൽ അങ്ങനെ പറയാൻ പാടില്ലാതുണ്ട്. അപ്പോൾ അത് പറഞ്ഞത് എൻ്റെ തെറ്റ് തന്നെയാണ്. കാരണം അത് മനസ്സിൽ ഇങ്ങനെ പതിക്കാണ്ടിരിക്കുകയാണ്. അത് അവിടെ മനസ്സിൽ പതിച്ച്. പിന്നെ നമ്മളെ പ്രൊഫസർ പറഞ്ഞ മാതിരി നല്ല നിയമം ഇവിടെ വരണമെന്ന് പറഞ്ഞല്ലോ. ആ നിയമം വരുന്നത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു നിയമം വന്നാൽ നമ്മളെ പേടിയുണ്ടാവും എല്ലാവർക്കും. പിന്നുള്ള കുട്ടികൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൈ വെട്ടുമോ കാല് വെട്ടുമോ, അപ്പോൾ നമ്മൾ അതിക്ക് നിൽക്കാൻ പാടില്ല, ആൾക്കാരെ മുന്നിൽ കൂടെ നടക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് ഒരു പത്തനത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 75% നിൽക്കും എന്നുള്ളതാണ്. ആ സാധാരണ വർത്തമാനത്തിൽ ഞാൻ അത് ഉൾക്കൊള്ളാണ്. അതേമാതിരി തന്നെ വേറെ ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല ഉഷാറായിട്ട് എല്ലാവരും പ്രസംഗിച്ച് എല്ലാം പറഞ്ഞ് ഇത്രയും നമുക്കൊക്കെ വരാനും പറയാനും ഈ അക്കാദമി എന്ന് പറഞ്ഞ ഈ സ്ഥാപനം ഉണ്ടായതുകൊണ്ട് വളരെ ഒരു സന്തോഷം. അതിന് ഞാൻ ഫൈസൽ സാറിനെ സൂചിക്കുകയാണ്. ഇത്രയും സ്ഥാപനങ്ങൾ നമുക്ക് ഇനിയും നിലനിൽക്കണം. അതിന് എല്ലാവരും നമുക്ക് അറിയണവരോടൊക്കെ നിങ്ങളൊക്കെ അറിയണവരോട് വരാനും പറയണം. ഈ ക്ലാസ് നമുക്ക് മുന്നോട്ട് ഇതേമാതിരി കൊണ്ടുപോകും വേണം. ഇൻഷാ അല്ലാഹ് അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ.